വേറിട്ട ചിന്തകൾ എന്ന ഈ വചന പഠന പരമ്പരയുടെ എല്ലാ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ 110ാമത്തെ എപ്പിസോഡുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുവാൻ വലിയവനായ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വമർപ്പിക്കുന്നു. ഈ വചന പഠന പരമ്പരയിലൂടെ അനേകർ തിരുവചന സത്യങ്ങൾ ഗ്രഹിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ദൈവം മഹത്വമെടുക്കട്ടെ. ഇന്ന് ഒരു വിഷയത്തെക്കുറിച്ചുള്ള അവതരണം നടത്തുവാൻ ഞാൻ നിർബന്ധിതനായിത്തീർന്നു. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. പുതിയ നിയമസഭയിൽ ദശാംശം എന്നൊരു ഉപദേശം ഇല്ല എന്നുള്ള ഒരു വിഷയം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ ഒരു സഹോദരൻ ആ വീഡിയോ കണ്ടിട്ട് അത് പൂർണ്ണമായി കേട്ടോ എന്ന് എനിക്കറിയില്ല, അത് മനസ്സിലാക്കിയോ എന്നും എനിക്കും അറിയില്ല. താൻ അതിനെക്കുറിച്ച് തൻ്റെതായ ചില ആശയങ്ങൾ ഇട്ടിരുന്നു. അതിൽ അതിപ്രധാനമായ ഒരു ആശയം നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഇനി പുതിയ നിയമത്തിൽ ദശാംശത്തെ പറ്റി ഒന്നും പറയുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് പുതിയ നിയമം, ആരുടെയാണ് പുതിയ നിയമം എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പുതിയ നിയമം ന്യായപ്രമാണത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ്. ന്യായപ്രമാണത്തിൻ്റെ അവസാനത്തെ പ്രവാചകനാണ് യോഹന്നാൻ. എന്നാൽ പുതിയ നിയമത്തിൻ്റെ ആദ്യത്തെ പ്രവാചകനാണ് യേശുക്രിസ്തു. അപ്പോൾ യേശുക്രിസ്തുവിൽ തുടങ്ങി അപ്പോസ്തലന്മാർ കൂടി സംസാരിച്ച വാക്കുകൾ, വചനങ്ങളാണ് പുതിയ നിയമങ്ങൾ. ഇനി യേശുക്രിസ്തു പുതിയ നിയമത്തിൽ ദശാംശത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ആദ്യം പരിശോധിച്ചു നോക്കാം. ഇദ്ദേഹം എൻ്റെ എല്ലാ വീഡിയോകൾക്കും കമൻ്റ് ഇടാറുണ്ട്. അദ്ദേഹം പറയുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ കമൻറ്റ് മായ്ച്ചു കളഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. നല്ല ഈടിറ്റ ചിന്തകളോടുകൂടി ചോദ്യങ്ങൾ ചോദിച്ച് ഇടുന്ന കമൻറ്റുകൾ പോലും ഞാൻ മായ്ച്ചു കളയാറില്ല. പിന്നെ ഇദ്ദേഹത്തിൻ്റെ യാതൊരു കഴമ്പും യാതൊരു ഗൗരവമില്ലാത്ത, എന്തിനാണ് അതിന് പ്രതികരിക്കുന്നത്, എന്തിനാണ് അതിന് മായ്ച്ചു കളയുന്നത്, എന്തിനാണ് അതിന് മറുപടി പറയേണ്ടത് എന്നാൽ ഞാൻ പലപ്പോഴും മറുപടി പറഞ്ഞിട്ടുണ്ട്. കാരണം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ധാരണകൾക്കൊരു മാറ്റം വരണമല്ലോ എന്ന് കരുതി ഞാൻ മറുപടി പറയാറുണ്ട്. സത്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. പണ്ടൊരു വീട്ടിൽ ഒരു കുട്ടി കിടക്കുന്ന റൂമിൽ, അപ്പോൾ ചുവരിനോട് ചേർന്നായിരുന്നു കട്ടിൽ കിടന്നത്. എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ ലൈറ്റ് അണച്ച് കുറച്ച് കഴിയുമ്പോൾ ചെറിയ ചെറിയ കല്ലുകൾ വന്ന്, മണൽ വന്ന് ഈ കൊച്ചിൻ്റെ ദേഹത്ത് വീഴും. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ ബെഡിൽ ഇത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തോ ആരെയും ആ പരിസരത്ത് കാണാറില്ല. ഇവർ വളരെ ഗൗരവമായി, പല പ്രാവശ്യമായപ്പോൾ വളരെ ഗൗരവമായി ഇത് ചാത്തനേറാണ്, അത് പിശാച് ചെയ്യുന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ ആളുകൾ കാവലിരിക്കാൻ തുടങ്ങി. അങ്ങനെ കാവലിരുന്ന് ഇതുകൊണ്ട് ഭയങ്കര സംഭവമാണ്. കാരണം ലൈറ്റ് അണച്ചതിന് ശേഷമുള്ള കല്ല് വന്ന് വീഴുന്നത് ഭയങ്കര സംഭവമാണല്ലോ എന്നൊക്കെ കരുതി ഇങ്ങനെ ഇരുന്ന് അവസാനം നോക്കുമ്പോഴാണ് ഈ എയറോളിൻ്റെ മുകളിൽ ഈ സിമെൻ്റൊക്കെ തേച്ചതിൻ്റെ പരുക്കൻ, അതിൻ്റെ ചെറിയ മണൽത്തരികളൊക്കെ കിടപ്പുണ്ടായിരുന്നു. അതൊരു പല്ലി വന്ന് ആ ചെറിയ മണൽത്തരികൾ തട്ടി താഴെ വീഴുന്നതാണ് ഈ കൊച്ചിൻ്റെ ബെഡിലേക്ക് വന്ന് വീണത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നത് വരെ ഭയങ്കര ഗൗരവം എന്ന് ഓർത്തായിരുന്നു. അപ്പോൾ ഞാൻ ഈ വേറിട്ട ചിന്തകളിൽ ഓരോ എപ്പിസോഡ് ഇടുമ്പോഴും ഇതിനകത്ത് ഈ മല്ലു മൂവീസ് എന്ന് പറയുന്ന ഐഡിയയിൽ ഇങ്ങനെ ഓരോ കമൻറ്റുകൾ ഇങ്ങനെ കളിയാക്കി വരാറുണ്ട്. ഞാൻ വിചാരിച്ചു ഇദ്ദേഹം ഭയങ്കര അറിവുള്ളൊരു മനുഷ്യനാണെന്ന്. എന്നാൽ അത് കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് വളരെ സഹതാപം തോന്നിയ. നിങ്ങളത് കേട്ടു നോക്ക്. മലയാള ബൈബിളിലുള്ള പരിഭാഷയുള്ള മിസ്റ്റേക്കാണ്. മലയാളം ബൈബിള് ഇംഗ്ലീഷ് ബൈബിളിൽ നിന്നാണ് പരിഭാഷപ്പെടുത്തിയത്. ആ മലയാളം ബൈബിളിൽ ഒരുപാട് തെറ്റുകളുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് ബൈബിള് തർജ്ജമപ്പെടുത്തിയത് ഹീബ്രു ബൈബിളിൽ നിന്നോ അല്ലെങ്കിൽ ഗ്രീക്ക് ബൈബിളിൽ നിന്നോ ആയിരിക്കാം. ആ ഇംഗ്ലീഷ് ബൈബിളിൽ പോലും മലയാളത്തോട് കൺവെർട്ട് ചെയ്തപ്പോൾ അതിൽ ഒരുപാട് തെറ്റുണ്ട്. ബൈബിളിൻ്റെ തുടക്കം തന്നെ തെറ്റാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇൻ ദി ബിഗിനിങ് ഗോഡ് ക്രിയേറ്റ് ഹെവൻസ് ആൻഡ് എർത്ത് എന്നാണ്. അതായത് ദൈവം ആദ്യമായി സൃഷ്ടിച്ചത് ഹെവൻസും എർത്തും എന്നാണ്. ഹെവൻസ് എന്ന് പറഞ്ഞാൽ സ്വർഗീയ ജീവികൾ എന്നാണ്. ഹെവൻസ് എന്ന് പറഞ്ഞാൽ സ്വർഗീയ ജീവികൾ എന്നാണ്. ഹെവൻസ് എന്ന് പറഞ്ഞാൽ സ്വർഗീയ ജീവികൾ എന്നാണ്. എർത്ത് എന്ന് പറഞ്ഞാൽ ഭൂമി. ആദ്യം ദൈവം സൃഷ്ടിച്ചത് സ്വർഗീയ സൃഷ്ടികളെയാണ്, സ്വർഗീയ ജീവികളെയാണ്. ഹെവൻസ് എന്ന് പറഞ്ഞാൽ
സ്വർഗീയ ജീവികൾ ആണെന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്. ഞാൻ ഡിക്ഷണറി മുഴുവനും തപ്പി നോക്കി. അതല്ല, ഭാഷാ പണ്ഡിതന്മാരുമായിട്ട് ഞാൻ സംസാരിച്ച് നോക്കിയിട്ട് എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ കോമഡി വരെ തോന്നുന്നേ. ഞാൻ അദ്ദേഹത്തെ ചെറുതാക്കി പറയുന്നതല്ല കേട്ടോ, കാരണം അദ്ദേഹത്തിൻ്റെ ആ ചെറിയ അറിവിൽ നിന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാനതിനെ മോശമായിട്ട് പറയുന്നതല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളൊരു കാര്യത്തെ പ്രതികരിക്കുമ്പോൾ അതിനെക്കുറിച്ച് മാക്സിമം അറിവ് ശേഖരിച്ചിട്ട് നമ്മൾ ശേഖരിച്ചിരിക്കുന്ന അറിവ് യാഥാർത്ഥ്യമായി ഒത്തു നിൽക്കുന്നതാണോ എന്നും കൂടി വിലയിരുത്തിയിട്ട് മാത്രമേ ഇത് ചെയ്യാമുള്ളൂ. ഇദ്ദേഹം പറയുന്നത്, ഞാൻ പ്ലേ ചെയ്ത വീഡിയോ കേട്ടല്ലോ, ദശാംശത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. ഇല്ലെന്ന് ആര് പറഞ്ഞു? ഇത് പണ്ടൊരു കോൺഗ്രസ്സുകാരൻ ബൈബിള് വായിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ആദ്യത്തെ പേജ് ഇങ്ങനെ വായിച്ച് വന്നപ്പോൾ മഹാത്മാഗാന്ധി എന്ന് കണ്ടു. ഉടനെ തന്നെ അടച്ചു. ഇത് ഞങ്ങളുടെ പുസ്തകമാണ്, മഹാത്മാഗാന്ധി എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അത് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ അഡ്രസ്സിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇദ്ദേഹം പറയുന്ന ഈ ആശയവും ഇതുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് എന്താണ് മഹാത്മാഗാന്ധി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്നൊന്നും അന്വേഷിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. എന്നതുപോലെ തന്നെ പുതിയ നിയമത്തിൽ ദശാംശത്തെക്കുറിച്ച് മാത്രമല്ല യാഗത്തെക്കുറിച്ചും പറയുന്നുണ്ട്. നമുക്ക് ചിന്തയിലേക്ക് കിടക്കാം. നേർച്ചയെക്കുറിച്ച് പറയുന്നുണ്ട്, പെരുന്നാളെന്ന് പറയുന്നുണ്ട്, വാവെന്ന് പറയുന്നുണ്ട്, ശബത്ത് എന്ന് പറയുന്നുണ്ട്, അമാവാസി എന്ന് പറയുന്നുണ്ട്, പരിച്ഛേദന എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം പുതിയ നിയമത്തിലുള്ള വാക്കാണ്. പൊന്നു സഹോദര അജിത്ത്, താങ്കളൊരു പഠിക്കണമെന്ന ലക്ഷ്യത്തിൽ അത് പഠിക്കുകയായിരുന്നെങ്കിൽ ഈ അബദ്ധത്തിൽ ചെന്നെത്തില്ലായിരുന്നു. ഏതായാലും ഞാനിതൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം, അദ്ദേഹം വീഡിയോ ഇട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് 100 പേരാണ്ടൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ കണ്ടതിൽ കുറച്ച് ആളുകൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾക്കൊരു സംശയമുണ്ട്, ഒന്ന് ക്ലിയർ ആക്കി തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് മാത്രം ചെയ്യുന്നത്. കാരണം ഇതത്ര ഗൗരവമുള്ളൊരു ഉപദേശമൊന്നുമല്ല. കാരണം ദൈവനാമത്തിൽ കൊടുക്കുന്നത് എപ്പോഴും അവർക്ക് അനുഗ്രഹമാണ്, നിശ്ചയമായും അനുഗ്രഹം. സ്വമനസാൽ കൊടുക്കണം. അതിന് കണക്കൊന്നുമില്ല, 10-1 എന്നൊരു കണക്കൊന്നുമില്ല. അതൊക്കെ പഴയ നിയമത്തിൽ പ്രമാണം. നമുക്ക് പഠനത്തിലേക്ക് കിടക്കാം. എന്നാൽ ഇദ്ദേഹം, ഞാൻ ആ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു, പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ വചനം പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അത് കേട്ടൊന്നുമില്ല, എന്നിട്ട് എടുത്ത് വീഡിയോയിലിട്ടിരിക്കുക, വചനം പഠിപ്പിക്കുന്നവന് ദശാംശം കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്. എന്നിട്ട് അതിനകത്ത് രസം എന്താണെന്ന് ചോദിച്ചാൽ, പുതിയ നിയമത്തിൽ ദശാംശം ഇല്ലയോ എന്ന് ചോദിച്ചിട്ടാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം പുതിയ നിയമത്തിൽ ദശാംശമില്ല എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണല്ലോ അദ്ദേഹം അത്തരത്തിലുള്ള ചോദ്യം ചോദിച്ചത്. അപ്പോൾ ആ പുതിയ നിയമത്തിൽ ദശാംശം ഇല്ല എന്ന് പറഞ്ഞ ഞാൻ പിന്നീട് ആ ദശാംശം എനിക്ക് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ പോലുള്ള ആളുകളാണോ കേൾക്കുന്നത്? ഞാൻ അദ്ദേഹത്തെ കൂടുതൽ വിമർശിക്കുന്നില്ല. കാരണം ഇതൊരു വ്യക്തിയെ വിമർശിക്കുന്ന ചാനലല്ല. അദ്ദേഹത്തിന് അവിടെയും ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. 100ഓളം വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്ന എല്ലാം കുറ്റം പറച്ചിലാണ്. എൻ്റെ പൊന്നു സഹോദര, വ്യക്തികളെ കുറ്റം പറയുന്നതല്ല ഇത് ആശയത്തെ കുറ്റം പറയുന്നതാണ്. എന്താണെന്നറിയാമോ? ആശയത്തെ കുറ്റം പറയാൻ കാരണം അന്ത്യകാലത്ത് ദുരുപദേശങ്ങൾ ഇറങ്ങുമെന്ന് കർത്താവിൻ്റെ വചനത്തിലുള്ളത് കൊണ്ട് അതിൻ്റെ പിന്നിൽ ഒരു വലിയ ജാഗ്രത പുലർത്തേണ്ട ആവശ്യം ദൈവജനത്തിനുള്ളത് കൊണ്ട്, എല്ലാവർക്കും വചനം വേണ്ടതുപോലെ അറിയില്ലാത്തത് കൊണ്ട് സത്യ ഉപദേശം എന്താണെന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി ഈ വ്യാജ ഉപദേശങ്ങളുടെ കോപ്പി ഞാനൊന്ന് എടുത്തിരുന്നു മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു വ്യക്തിയെയും പരിഹസിക്കാനല്ല. താങ്കളുടെ വീഡിയോയിൽ ആ വ്യക്തിയെ കളിയാക്കിയിരിക്കുന്നത് അതെൻ്റെ പണിയല്ല. എൻ്റെ പണി ആര് ദുരുപദേശം പറഞ്ഞോ ആ ദുരുപദേശം എന്താണെന്ന് ജനങ്ങളെ കേൾപ്പിച്ചിട്ട് അതിൻ്റെ സത്യവചനം എന്താണെന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ്. എനിക്ക് ആ വ്യക്തിയുടെ സ്വഭാവത്തെയോ അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയോ അദ്ദേഹത്തിൻ്റെ സംസാരത്തെയോ ചെയ്തികളെയോ ഒന്നും വിലയിരുത്തേണ്ട ആവശ്യം എനിക്കില്ല. എൻ്റെ ലക്ഷ്യം അന്ത്യകാലത്ത് വ്യാജോപദേശങ്ങൾ ദുരുപദേശങ്ങൾ വർദ്ധിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആ ദുരുപദേശങ്ങൾ ജനത്തെ തുറന്ന് കാണിച്ച് സത്യവചനം പഠിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. മാത്രമല്ല, ഈ 100ഓളം വീഡിയോ കണ്ട ഈ വ്യക്തിക്ക് എൻ്റെ ചാനലിൻ്റെ പേര് പോലും അറിയില്ല. അദ്ദേഹം പറയുന്നത് വേറിട്ട കാഴ്ചകൾ. എൻ്റെ പൊന്നു സഹോദര അജിത്ത്, ഇതൊക്കെ ജനങ്ങൾ കാണുന്നതാണെന്നുള്ളൊരു ബോധം താങ്കൾക്കുണ്ടായിരുന്നോ? ഇത് വേറിട്ട കാഴ്ചയല്ല, ഇത് വേറിട്ട ചിന്തകൾ തന്നെയല്ല. ഇടുക്കിയിലുള്ള SPJ ആ വീഡിയോ പറയുന്നതാണ്. ഒത്തിരി ഉണ്ട്, അത് പറയാൻ പോയാൽ അത് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ ഈ വിഡ്ഢിത്തരം മാത്രമേ അതിനകത്തുള്ളൂ. അതുകൊണ്ട് അതൊന്നും നിരത്തുക എന്നുള്ളത് നമുക്ക് ആവശ്യമല്ല. നമുക്ക് വചന പഠനത്തിലേക്ക് കടക്കാം. ഇദ്ദേഹം പറയുന്നത് പുതിയ നിയമത്തിൽ ദശാംശം എന്നുള്ള ഉപദേശം യേശു പഠിപ്പിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്.
അതിന് അദ്ദേഹം ആധാരമായി എടുക്കുന്നത് മത്തായി സുവിശേഷം 23 അധ്യായം അതിൻ്റെ 23 വാക്യവും പിന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം ഇത് തന്നെ ആവർത്തിച്ച് പറയുന്നതുണ്ട്. പിന്നെ താൻ എടുക്കുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 7 അധ്യായം 1 വാക്യം മുതലാണ്. നമ്മളിതിനകത്ത് ഗൗരവമുള്ള ഭാഗങ്ങളെ ഒന്ന് പഠനത്തിന് വിധേയമാക്കാൻ പോവുകയാണ്. അതിനു മുൻപ് ഇദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. പഴയ നിയമത്തിൻ്റെ അവസാന പ്രവാചകൻ എന്ന് പറയുന്നത് യോഹന്നാൻ, പുതിയ നിയമത്തിൻ്റെ ആദ്യത്തെ പ്രവാചകൻ യേശു. ഇദ്ദേഹം ഈ പറയുന്നത് ശരിയാണോ എന്ന് നമുക്കൊന്ന് വിലയിരുത്താം. ഒന്ന്, ആദ്യം പറഞ്ഞ കാര്യം ശരിയാണ്. ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം വചനം പറഞ്ഞിരിക്കുന്നതാണ്. സകല പ്രവാചകന്മാരും ന്യായപ്രമാണം യോഹന്നാൻ വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ പ്രവചന കാലഘട്ടം, അതായത് പ്രവാചകൻ എന്ന നിലയിൽ നിന്നത് എവിടം വരെയാണെന്നും പുതിയ നിയമം സ്ഥാപിതമായത് എപ്പോൾ മുതലാണെന്ന് തിരുവചനത്തിൽ പഠിക്കുമ്പോൾ അത് നമുക്ക് വളരെ വ്യക്തമാകും. ശമരിയ സ്ത്രീ യേശുവിനോട് പറഞ്ഞു, നീ ഒരു പ്രവാചകൻ തന്നെ. കാരണം തൻ്റെ ജീവിതത്തിലെ രഹസ്യങ്ങളെ യേശു അവിടെ വെളിപ്പെടുത്തി. മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശു എന്ന ശരീരത്തിൽ, ആ ജഡത്തിൽ വന്ന വ്യക്തി തൻ്റെ ദൗത്യം ക്രൂശിൽ യാഗമായി തീർന്ന് ആ യാഗമാകുന്ന ആ പരമയാഗത്തിലൂടെ സകല മാനവരാശിക്കും രക്ഷയെ അതിൻ്റെ വഴി തുറന്നു കൊടുക്കുകയും തൻ്റെ രക്തത്തിലൂടെ പുതിയ നിയമം സ്ഥാപിക്കുകയും ചെയ്തു. ഇത് തിരുവചനം ഞാനെടുത്ത് പിന്നാലെ തെളിവ് സഹിതം വയ്ക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 11 അധ്യായത്തിൻ്റെ 25 വാക്യത്തിൽ വരുമ്പോൾ പറയുന്നത്, ഇത് എൻ്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരുന്നുണ്ട്. രക്തത്തിൽ പുതിയ നിയമം. അപ്പോൾ പുതിയ നിയമം സ്ഥാപിതമാകുന്നത് യേശുവിൻ്റെ രക്തത്തിലൂടെയാണ്. ആ രക്തത്തിലൂടെയാണ് ഉറപ്പുവരുത്തുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ക്രൂശ് മരണം കഴിഞ്ഞതിന് ശേഷം വരെ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ക്രൂശ് മരണത്തോടു കൂടി യേശു എന്ന ആ ജഡമായി വന്ന ആ ശരീരത്തിൻ്റെ ദൗത്യം അവിടെ തീർന്നു. കാരണം സകല മനുഷ്യർക്കുമുള്ള രക്ഷയുടെ മാർഗം തുറക്കുക എന്നുള്ളതാണ്. പിന്നീട് ഉയർത്തെഴുന്നേറ്റ ശരീരം തേജസ്കരിക്കപ്പെട്ട ശരീരമായി ഞാൻ എൻ്റെ മുൻ വീഡിയോകളിൽ എനിക്ക് വിശദീകരിച്ചിട്ടുണ്ട്, ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല. അപ്പോൾ രക്ഷകൻ എന്നുള്ളത് ആ ദൗത്യം ക്രൂശിൽ തീർന്ന ആ മരണത്തോടു കൂടി ആ ക്രൂശ് യാഗത്തിൽ ഒഴുക്കിയ രക്തത്തിലൂടെയാണ് പുതിയ നിയമം സ്ഥാപിതമാകുന്നത്. അങ്ങനെയെങ്കിൽ ആ മരണത്തിന് മുൻപ് യേശു ചെയ്തത് പഴയ നിയമ കാലഘട്ടത്തിൽ നിന്നുമാണെന്നുള്ള കാര്യം വ്യക്തമാണ്. ഇനി ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് യേശു പറയുന്നുണ്ട്. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഇദ്ദേഹം വായിപ്പിച്ച അതേ വാക്യം തന്നെ ഞാൻ വായിക്കുകയാണ്. മത്തായി സുവിശേഷം 23 അധ്യായത്തിൻ്റെ 23 വാക്യം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരും ആയുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ തുളസി, ചതുകുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതെ ഇരിക്കുകയും വേണം. ഇവിടെ യേശു പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. ഇത് കപടഭക്തിക്കാരായ പരീശന്മാരോടും ശാസ്ത്രിമാരോടും പറയുന്നതാണ്. അവർ ന്യായപ്രമാണത്തിന് വേണ്ടി വലിയ പിടുത്തം പിടിച്ച് യേശുവിൻ്റെ പുറകെ നടന്ന പാർട്ടികളാണ്. അപ്പോൾ നിങ്ങൾ കടുംപിടുത്തം പിടിക്കുന്ന ന്യായപ്രമാണമുണ്ടല്ലോ, അതിൻ്റെ ആശയത്തിലുള്ളൂ. നിങ്ങൾ കടുംപിടുത്തം പിടിച്ച് നടക്കുന്ന ഒരു ന്യായപ്രമാണമുണ്ടല്ലോ, ആ ന്യായപ്രമാണത്തിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നില്ലേ? ചതകുപ്പ, തുളസി, ജീരകം ഇതിൻ്റെയൊക്കെ പതാരം, അതായത് 10-1, അതായത് ദശാംശം കൊടുക്കുന്നില്ലേ? എന്നിട്ട് നിങ്ങൾ ന്യായം, കരുണ, വിശ്വസ്തത ഇവ നിങ്ങൾ തിരിച്ചു കളയുകയും ചെയ്യുന്നില്ലേ? എന്തുകൊണ്ടാണ് പകുതി ചെയ്യുകയും പകുതി ചെയ്യാതിരിക്കുന്നതും? ഇതാണ് ചോദ്യം. പക്ഷേ യേശു പറയുന്നത്, ഏതായാലും നിങ്ങൾ ന്യായപ്രമാണത്തിന് പുറകെ നടക്കുന്നത് അത് രണ്ടും ചെയ്യണമല്ലോ, അതല്ല എൻ്റെ പൂർത്തീകരണം. അത് അങ്ങനെ തന്നെയാണോ എന്ന് തുടർന്നുള്ള പഠനത്തിലേക്ക് നാം ഇറങ്ങുമ്പോൾ നമുക്കത് വളരെ വ്യക്തമാകും. അപ്പോൾ ഇവിടെ ഒന്നാമത് ഇത് പറയുന്നത് കപടഭക്തിക്കാരോട് പറയുന്നത് മനസ്സിലാക്കുക. യേശുവിൻ്റെ പിന്നാലെ വിശ്വസിച്ചു വന്ന അനുയായികളോടല്ല പറയുന്ന, കപടഭക്തിക്കാരായ പരീശന്മാരോടും ശാസ്ത്രിമാരോടാണ്. ഇപ്പം ഇദ്ദേഹം ഈ അജിത്ത് എന്ന് പറയുന്ന മനുഷ്യൻ അത് തന്നോടാണ് പറഞ്ഞത് എന്ന് താൻ അവകാശപ്പെടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം താൻ ആരാ? കപടഭക്തിക്കാരനായ ഒന്നില്ല ശാസ്ത്രി അല്ല പരീശൻ.
അതുകൊണ്ട് സഹോദര, താങ്കളത് ഏറ്റെടുത്തോ. ഞങ്ങൾ അനിഷ്ടപ്പെട്ട ആളുകളല്ല, അതുകൊണ്ട് ഞങ്ങൾക്കത് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ല താങ്കൾ കപടഭക്തിക്കാരനായ ശാസ്ത്രിയോ പരീക്ഷനോ ആണെങ്കിൽ താങ്കൾ ഏറ്റെടുത്തോ, താങ്കളോട് പറഞ്ഞത് തന്നെയാണ്. പക്ഷെ ഇത് തൻ്റെ പിന്നാലെ വന്ന തൻ്റെ അനുയായികൾ എന്ന നിലയിൽ ഞങ്ങൾക്കത് ബാധകമല്ല. അതിൻ്റെ കാരണം ഞാൻ തെളിയിക്കാം. ഒന്ന്, താങ്കൾ പറഞ്ഞല്ലോ ഇവിടെ ചതകുപ്പ, ജീരകം, ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ ഭൗതിക നന്മകൾ, അതായത് സാമ്പത്തികമാണെന്ന്. അത് താൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് കേട്ടിട്ട് നമുക്കത് വിലയിരുത്താം. ജീരകം, ചതകുപ്പ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൗതികമായ നന്മയാണ്, സാമ്പത്തികമായ നന്മ. സഹോദര, അങ്ങനെയല്ല. അത് സാമ്പത്തികമായ കാര്യങ്ങളല്ല. അതിൻ്റെ വ്യക്തമായ വചനം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനം. ഈ കൽപ്പന പ്രസിദ്ധമായ ഉടനെ ഇസ്രായേൽ മക്കൾ ധാന്യം, വീഞ്ഞ്, എണ്ണ, തേൻ, വയലിലെ എല്ലാ വിളവും എന്നിവയുടെ ആദ്യഫലം വളരെ കൊണ്ടുവന്നു. എല്ലാറ്റിൻ്റെയും ദശാംശവും അനവധി കൊണ്ടുവന്നു. യഹൂദ നഗരങ്ങളിൽ പാർത്ത ഇസ്രായേലരും യഹൂദരും കൂടെ കാളകളിലും ആടുകളിലും ദശാംശവും തങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് നിവേദിച്ചിരുന്ന നിവേദ്യ വസ്തുക്കളും ദശാംശവും കൊണ്ടുവന്നു. ഇവിടെ പറയുന്ന ഈ ഭൗതിക വസ്തുക്കൾ തന്നെയാണ്, അത് സാമ്പത്തികമല്ല. അതിന് വേറെയും തെളിവുകളുണ്ട്. നെഹമ്യാവിൻ്റെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. മുമ്പേ അവിടെ ഭോജനയാഗം, കുന്തിരിക്കം, ഉപകരണങ്ങൾ എന്നിവയും ലേവ്യർക്കും സംഗീതക്കാർക്കും വാതിൽ കാവൽക്കാർക്കും വേണ്ടി നിയമിച്ച ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ദശാംശവും പുരോഹിതന്മാർക്കുള്ള ഉദർച്ചാർപ്പണങ്ങളും വച്ചിരുന്നു. അപ്പോൾ ഇവിടെയും ഈ പറയപ്പെടുന്ന വസ്തുക്കൾ തന്നെ പറഞ്ഞിരിക്കുന്നത്, സാമ്പത്തികമല്ല. ഇനി ഈ പറഞ്ഞിരിക്കുന്ന യേശു കപടഭക്തിക്കാരും പരീശന്മാരുമായുള്ളവരോട് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവകളുടെയൊക്കെ പതാരം കൊടുക്കുകയും ന്യായപ്രമാണത്തിലെ ഘനമേറിയ, അതായത് 1 ന്യായം, 2 കരുണ, 3 വിശ്വസ്തത, ഇവ നിങ്ങൾ തള്ളിക്കളയുകയും ചെയ്യുന്നു. എന്താ സഹോദര അജിത്ത് ഈ ന്യായം എന്ന് പറഞ്ഞിരിക്കുന്നത്? താങ്കളതിന് വിശദീകരണമൊന്നും പറഞ്ഞില്ലല്ലോ. യേശു പറഞ്ഞല്ലോ നിങ്ങൾ അത് ചെയ്യുകയും, ഏത് പതാരം കൊടുക്കുകയും ഇവ ത്യജിക്കാതിരിക്കുകയും വേണം. ഏത്? അതിനകത്ത് പ്രധാനമായ കാര്യം 1 ന്യായം എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാർക്ക് അത് അർഹതയുള്ള ഓഹരിയാണ്. കാരണം അവർക്ക് ബാക്കി 11 ഗോത്രങ്ങൾക്കും അവരുടെ ഓഹരി വീതം ചെയ്തപ്പോൾ ലേവി ഗോത്രത്തിന് ഓഹരിയൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ഇത് അവകാശപ്പെട്ട ന്യായമായൊരു അവകാശമാണത്. 2 കരുണ എന്ന് പറഞ്ഞാൽ അനാഥർക്കും വിധവകൾക്കും പരദേശികൾക്കും വേണ്ടി അതിൻ്റെ ഓഹരി കൊടുക്കണം. അതൊരു കരുണയാണ്. വിശ്വസ്തത പറഞ്ഞാൽ എന്താ, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ആവർത്തന പുസ്തകം 26-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ആദ്യം വായിക്കുന്നു. ദശാംശം എടുക്കുന്ന കാലമായ 3-ാം സംവത്സരത്തിൽ നിന്റെ അനുഭവത്തിലൊക്കെയും ദശാംശം എടുത്ത് ലേവ്യനും പരദേശിയും അനാഥനും വിധവയും നിന്റെ പട്ടണങ്ങളിൽ വെച്ച് തൃപ്തിയാം വണ്ണം തിന്മാൻ കൊടുത്ത് തീർന്ന ശേഷം നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ പറയേണ്ടത് എന്തെന്നാൽ, നീ എന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളൊക്കെയും ഞാൻ വിശുദ്ധമായത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ലേവ്യനും പരദേശിക്കും അനാഥനും വിധവയ്ക്കും കൊടുത്തിരിക്കുന്നു. ഞാൻ നിന്റെ കൽപ്പന ലംഘിക്കുകയോ മറന്നുകളയുകയോ ചെയ്തിട്ടില്ല. എൻ്റെ ദുഃഖത്തിൽ ഞാൻ അതിൽ നിന്നും തിന്നിട്ടില്ല. അശുദ്ധനായിരുന്നപ്പോൾ ഞാൻ അതിലൊന്നും നീക്കിവെച്ചിട്ടില്ല. മരിച്ചവന് അതിൽ നിന്നൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ എൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് നീ എന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ഞാൻ ചെയ്തിരിക്കുന്നു. വീണ്ടും 16-ാമത്തെ വാക്യം. ഈ ചട്ടങ്ങളും വിധികളും ആചരിപ്പാൻ നിന്റെ ദൈവമായ യഹോവ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്നു. ഇവിടെ വിശ്വസ്തത എന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് 1 ന്യായം, 2 കരുണ, 3 വിശ്വസ്തത. വിശ്വസ്തത എന്ന് പറഞ്ഞാൽ ഈ വക കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ പാലിക്കേണ്ട ചില ചട്ടങ്ങളും പ്രമാണങ്ങളും വിധികളും കൊടുത്തിരുന്നു. അവയെ ലംഘിക്കുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുമ്പോൾ ദൈവത്തോടുള്ള വിശ്വസ്തതയാണ്, പ്രമാണത്തോടുള്ള വിശ്വസ്തതയാണ്. മനസ്സിലായോ സഹോദര അജിത്ത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഈ ദശാംശം കൊടുക്കുമ്പോൾ
അവിടെ കാണിക്കേണ്ട കാര്യം ഒന്ന്, നിങ്ങൾ ഈ തുളസിയിലും ജീരകത്തിൻ്റെയും ചതകുപ്പിയുടെയൊക്കെയും പതാരം കൊണ്ട് കൊടുക്കുമ്പോൾ ഒന്ന്, അത് ലേവ്യനോടുള്ളതായ ന്യായമാണ്, ലേവ്യ ഗോത്രത്തോടുള്ള ന്യായം. 2, പരദേശികൾക്കും വിധവമാർക്കും അനാഥരോടുമുള്ള കരുണയാണ്. 3, ദൈവം തന്ന ചട്ടങ്ങളോടും വിധികളോടും പ്രമാണങ്ങളോടുമുള്ള വിശ്വസ്തതയാണ്. ഇവ നിങ്ങൾ ചെയ്യുകയും കൂടെ ചെയ്തെങ്കിലേ ഈ പതാരം കൊടുക്കുന്നതിനകത്ത് അർത്ഥമുള്ളൂ. കാര്യം മനസ്സിലായോ? ഇനി യേശു ഇത് പറയുന്നത് കപടഭക്തിക്കാരായ പരീശന്മാരോടും ശാസ്ത്രിമാരോടും കൂടി പറയുമ്പോൾ അവർ ന്യായപ്രമാണ കാലത്ത് നിൽക്കുന്നു. നിങ്ങളിത് ചെയ്യണം എന്ന് യേശു പറഞ്ഞത് അത് അവരോട് പറഞ്ഞതാണ്. കാരണം അവർ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇദ്ദേഹം പറഞ്ഞ ഈ രീതി അനുസരിച്ച്, അതായത് പുതിയ നിയമത്തിൻ്റെ ആദ്യത്തെ പ്രവാചകൻ യേശുവും ആണെങ്കിൽ, ഇദ്ദേഹത്തിൻ്റെ വാദമനുസരിച്ചും യേശു ജനിച്ചപ്പോൾ മുതൽ പുതിയ നിയമം ആരംഭിച്ചു. കാരണം പുതിയ നിയമത്തിൻ്റെ പ്രവാചകനാണല്ലോ. അങ്ങനെയെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു ജനിച്ച് 8-ാം നാളിൽ ആ മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ശുദ്ധീകരണ ശുശ്രൂഷയിലൂടെ യേശുവിനെ പരിച്ഛേദന ഏൽപ്പിക്കുകയും 2 പ്രാവും കുഞ്ഞുങ്ങളെ യേശുവിന് വേണ്ടി യാഗം കഴിക്കുകയും ചെയ്തു. ഞാൻ ചോദിക്കട്ടെ സഹോദര അജിത്ത്, താങ്കൾ ഉണരൂ ക്രിസ്ത്യാനികളെ ഉണരൂ എന്ന് പറയുന്ന ആളാണല്ലോ. ഇത്തരം വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞാണോ ക്രിസ്ത്യാനികൾ ഉണർത്തുന്നത്? ഞാൻ ചോദിക്കട്ടെ, പുതിയ നിയമത്തിൻ്റെ പ്രവാചകനായ യേശു 8-ാം നാളിൽ പരിച്ഛേദനയിട്ടു. താങ്കളത് ചെയ്തോ? അല്ല, താങ്കൾ ഉൾപ്പെട്ട് നിൽക്കുന്ന വലിയ പാണ്ഡിത്യം മാത്രം പഠിപ്പിക്കുന്ന ഒരു സഭയുണ്ടല്ലോ, അവിടെയുള്ളവരിത് ചെയ്യുന്നുണ്ടോ? യേശുവിന് വേണ്ടി ഒരു യാഗം കഴിച്ചു. താങ്കളിത് ചെയ്യുന്നുണ്ടോ? താങ്കളുടെ സഭയിൽ ഇത് ചെയ്യുന്നുണ്ടോ? ചെയ്യണമല്ലോ. കാരണം ഇത് യേശുവിന് വേണ്ടി ചെയ്തതാണ്, വേറെ ആർക്കുമല്ല. ഈ പരീശന്മാരോടും ഈ കപടഭക്തിക്കാരായ ശാസ്ത്രിമാരോടും നിങ്ങളത് കൊടുക്കണം എന്ന് പറഞ്ഞ അതേ യേശുവിന് വേണ്ടി തന്നെ ചെയ്ത കാര്യമാണ്. അങ്ങനെയെങ്കിൽ താങ്കളോട് ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് താങ്കൾക്ക് അത് ഒഴിവാക്കിയിട്ട് ഇത് സ്വീകരിക്കാനുള്ള മനസ്സ് വരുവാൻ? ഏത് വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ? അപ്പോൾ അതുകൊണ്ട് താങ്കളോട് എനിക്ക് വലിയ ചോദ്യം ചോദിക്കാനില്ല. കാരണം താങ്കളുടെ മറുപടി ഇത്. കാരണം ഹെവൻസ് എന്ന് പറഞ്ഞാൽ സ്വർഗീയ ജീവികളാണെന്നൊക്കെ പഠിപ്പിക്കുന്ന താങ്കളുടെ മറുപടി കിട്ടിയിട്ട് വലിയ ഗുണമൊന്നുമില്ല. സത്യവചനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വചനം പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് പുതിയ നിയമം സഭ അതിൻ്റെ ഉപദേശം എപ്പോഴാണ് തുടങ്ങിയത്? കർത്താവ് പറയുന്നു മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ വരുമ്പോൾ, ഞാൻ എൻ്റെ സഭയെ പണിയും, പണിതിട്ടില്ല, പണിയും. അതെപ്പോൾ പണിതു? അതിൻ്റെ ആരംഭം പെന്തക്കോസ്ത് നാളിലാണെന്നുള്ള കാര്യം അറിയാമല്ലോ. അത് യേശുവിൻ്റെ മരണത്തിലൂടെയാണ് അത് സ്ഥാപിതമായത്. അവിടെയാണ് അതിൻ്റെ ആരംഭം കുറിക്കുന്നത്. പുതിയ നിയമത്തിൻ്റെ സ്ഥാപനം സംഭവിക്കുന്നത് അപ്പോഴാണ്. തിരുവചനത്തിലേക്ക് നമുക്ക് കടക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ആദ്യം വായിക്കുകയാണ്. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശു ഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച യേശുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. മനസ്സിലാക്കണം, പുതിയ നിയമസഭയുടെ അംഗങ്ങൾ ദൈവത്തെ ആരാധിപ്പാൻ അവരെ അർഹരാക്കി മാറ്റിയത് യേശുവിൻ്റെ രക്തമാണെന്ന് 14-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. യേശുവിൻ്റെ രക്തം അതിന് സ്വീകാര്യമാകണമെങ്കിൽ യേശു ക്രൂശിൽ രക്തം ചൊരിയാതെ പറ്റത്തില്ലല്ലോ. അപ്പോൾ ക്രൂശ് മരണത്തിന് ശേഷം, അതായത് ക്രൂശിൽ രക്തം ഒഴുക്കിയതിന് ശേഷമാണ് പുതിയ നിയമസഭാ വിശ്വാസികൾക്ക് ദൈവത്തെ ആരാധിപ്പാൻ അവരുടെ മനസാക്ഷിയെ ശുദ്ധീകരിച്ച് അവരെ ശുദ്ധരാക്കി ദൈവമക്കളാക്കി മാറ്റിയത് ക്രൂശിലെ മരണശേഷമാണ്. അടുത്തത്, ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണം ഉണ്ടായിട്ട് നിത്യാവകാശത്തിൻ്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ ആകുന്നു. നിയമം ഉള്ളിടത്ത് നിയമകർത്താവിൻ്റെ മരണം തെളിവാൻ ആവശ്യം. നിയമമുള്ളിടത്ത് നിയമകർത്താവിൻ്റെ മരണം തെളിവാൻ ആവശ്യം.
അപ്പോൾ യേശുവിൻ്റെ മരണത്തോടു കൂടിയാണ് ആ പുതിയ നിയമത്തിൻ്റെ ആരംഭം. അതാണ് ആദ്യം കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ പറയുന്നത്, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു. പുതിയ നിയമം ആകുന്നു. ഏത്? എൻ്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു. പുതിയ നിയമം സ്ഥാപിതമായത് രക്തത്തിലൂടെ. വീണ്ടും എബ്രായർക്കെഴുതിയ ലേഖനം അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിൻ്റെ രക്തം എന്ന് പറഞ്ഞു. ഇദ്ദേഹം ചോദിച്ചു, പുതിയ നിയമം എപ്പോഴാണ് ആരംഭിച്ചത്? ഞാൻ തിരിച്ചു ചോദിക്കുക സഹോദര, ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ താങ്കൾ പറ, പുതിയ നിയമം എപ്പോഴാണ് സ്ഥാപിച്ചത്? യേശുവിൻ്റെ രക്തത്തിലൂടെയാണെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ എബ്രായർക്കെഴുതിയ ലേഖനം അതിൻ്റെ 9-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുമ്പോൾ യേശുവിൻ്റെ ജനനത്തോടുകൂടി പുതിയ നിയമം സ്ഥാപിച്ചു എന്നാണല്ലോ താങ്കളുടെ അവകാശവാദം. കാരണം പഴയ നിയമത്തിൻ്റെ ഒടുവിലത്തെ പ്രവാചകൻ യോഹന്നാൻ എന്ന് താങ്കൾ പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ പിന്നെ അടുത്ത യേശു എന്ന പ്രവാചകൻ പുതിയ നിയമത്തിൻ്റെ വക്താവാണുമല്ലോ. എന്നാൽ പുതിയ നിയമം സ്ഥാപിതമാകുന്നത് യേശുവിൻ്റെ മരണത്തിലൂടെയാണെന്ന് വളരെ വ്യക്തമായി സഹോദര. അതുകൊണ്ട് യേശു പരീശന്മാരോട് പറഞ്ഞത് പഴയ നിയമ കാലഘട്ടത്തിൽ നിന്നാണ്. പഴയ നിയമത്തിൻ്റെ കാലഘട്ടം നിലനിൽക്കുമ്പോഴാണ് യേശു ഇത് പറയുന്നത്. കാരണം ദേവാലയത്തിൽ തിരശ്ശീല പോലും കീറുന്നത് യേശു പ്രാണന വിടുമ്പോഴാണ്. അതിൻ്റെ അർത്ഥം യേശു പ്രാണന വിടുന്നത് വരെ പഴയ നിയമപ്രകാരമുള്ള ആരാധനയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് യേശു ശബത്തിൽ ആലയത്തിൽ പോയത്. മനസ്സിലായല്ലോ? യേശു ശബത്തിൽ ആലയത്തിൽ പോകാൻ കാരണം പ്രാണനെ വിട്ട് ദേവാലയത്തിൽ തിരശ്ശീല രണ്ടായി കീറുന്ന അടയാളമുണ്ടല്ലോ. അതുവരെ പഴയ നിയമ കാലഘട്ടമായതുകൊണ്ട് യേശു അതുവരെ ചെയ്തതെല്ലാം പഴയ നിയമ കാലഘട്ട പ്രകാരം ഇസ്രായേലിനുള്ള ബന്ധത്തിലാണ്. അതുകൊണ്ടാണ് മത്തായി 10-ലും ലൂക്കോസ് 9-ലൊക്കെ രാജ്യത്തിൻ്റെ സുവിശേഷം പറഞ്ഞത്. അത് ഞാനിതിനകത്ത് കൂട്ടിക്കലർത്തുന്നില്ല, കാരണം അതിനെക്കുറിച്ച് ഞാൻ വളരെ വ്യക്തമായി ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, യേശു ക്രൂശിൽ മരിക്കുന്നത് വരെ പഴയ നിയമ കാലഘട്ടമാണ്. അതുകൊണ്ടാണ് യേശുവിനെ പരിച്ഛേദന ഏൽപ്പിച്ചതും യേശുവിന് വേണ്ടി യാഗമർപ്പിച്ചതും ലൂക്കോസ് 2-ൽ പറയുന്നത്. താങ്കൾ പറഞ്ഞ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ പരീശന്മാരോടും ശാസ്ത്രിമാരോടും യേശു ദശാംശം കൊടുക്കണമെന്ന് പറഞ്ഞത് പുതിയ നിയമസഭയ്ക്ക് ബാധകമാണെങ്കിൽ ആ യേശുവിനേറ്റ പരിച്ഛേദനയും സഹോദര അജിത്തെ പുതിയ നിയമസഭയ്ക്ക് ബാധകമല്ലേ? താങ്കൾ എന്താണ് ഈ വിഡ്ഢിത്തരങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുന്നത്? അതുകൊണ്ട് വേറിട്ട ചിന്തകൾ എന്നുള്ള പരിപാടി അത് സത്യോപദേശം ദൈവാത്മപ്രേരിതമായി പഠിപ്പിക്കുന്ന ഒരു ചാനലാണ്. ഇതിനിട്ട് കയറി തോണ്ടിയാൽ ഞാനല്ല, വചനം തന്നെ മറുപടി പറഞ്ഞു ഒതുക്കും. അതിനെൻ്റെ അതരത്തെ ദൈവം ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഈ ചാനലിലെ സത്യോപദേശ പഠനത്തിന് എതിരെ പറയുമ്പോൾ ശ്രദ്ധിക്കുക. ആ താങ്കളുടെ വിഡ്ഢിത്തരത്തെ ഒതുക്കുവാനുള്ള വചനം തിരുവചനത്തിലുണ്ട്. അത് ദൈവം എൻ്റെ ഉള്ളിൽ തരും, ഞാൻ എൻ്റെ വായിലൂടെ പുറത്തേക്കും പറയും. അതുകൊണ്ട് സഹോദരൻ അജിത്ത് പറഞ്ഞതുപോലെ ഈ പറയപ്പെടുന്ന മത്തായി സുവിശേഷം 23-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നത് പുതിയ നിയമവിശ്വാസികളോടോ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പുതിയ നിയമസഭയിലെ വിശ്വാസികൾക്കുള്ളതല്ല. അത് ഏതൊക്കെ ഒരു കാര്യം വ്യക്തമാണ്, അത് കപടഭക്തിക്കാരോടും പരീശന്മാരോടും ഉള്ളതാണ്. ഇനി അത് താങ്കളോടുള്ളതാണെന്ന് താങ്കൾ പറഞ്ഞാൽ അല്ലെന്ന് പറയുന്നത് ഞാൻ തയ്യാറല്ല. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, അതെന്നോടല്ല. കാരണം ഞാൻ യേശുവിൻ്റെ രക്തത്താൽ സ്ഥാപിതമായ പുതിയ നിയമസഭയുടെ ഒരംഗമാണ്. ഈ വചനം കേൾക്കുന്നവരും പഠിക്കുന്നവരും അപ്രകാരമുള്ളവരാണ്. അതുകൊണ്ട് താങ്കളുടെ അവകാശവാദത്തെ ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഈ മത്തായി 23-ന്റെ 23-ൽ പറയുന്നത് പുതിയ നിയമസഭ വിശ്വാസികൾക്ക് ഉള്ളത് അല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ചുരുങ്ങിയ വാക്കുകളിൽ തന്നെ അതിൻ്റെ വ്യക്തത വന്നു കഴിഞ്ഞതുകൊണ്ട് ഞാൻ ധാരാളം വാക്യങ്ങൾ ഇതിന് തെളിവുകളാക്കി വെച്ചിട്ടുണ്ട്. അവയെല്ലാം നിരത്തി വെച്ച് വീഡിയോയുടെ ദൈർഘ്യം കൂട്ടുവാൻ ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ട് ആശയങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു നമ്മുടെ സഹോദരൻ അജിത്തിന്. ഇനി ഫണ്ഡിതൻ എന്ന് പറഞ്ഞത് ഈ ഫണ്ഡിതൻ ആരാണെന്ന് ഒരു പ്രാവശ്യം കൂടി കേട്ടു നോക്ക്. ബൈബിളിന്റെ തുടക്കം തന്നെ തെറ്റാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇൻ ദി ബിഗിനിങ് ഗോഡ് ക്രിയേറ്റ് ഹെവൻസ് ആൻഡ് എർത്ത് എന്നാണ്. അതായത് ദൈവം ആദ്യമായി സൃഷ്ടിച്ചത് ഹെവൻസും എർത്തും എന്നാണ്. ഹെവൻസ് എന്ന് പറഞ്ഞാൽ സ്വർഗീയ ജീവികൾ എന്നാണ്. ഹെവൻസ് എന്ന് പറഞ്ഞാൽ സ്വർഗീയ ജീവികൾ എന്നാണ്. ഹെവൻസ് എന്ന് പറഞ്ഞാൽ സ്വർഗീയ ജീവികൾ എന്നാണ്. ശ്രോതാക്കൾ പറ, ഫണ്ഡിതൻ ആരാണെന്ന്? ആരാ? ഹെവൻസ്
എന്ന് പറഞ്ഞാൽ സ്വർഗീയ ജീവികൾ. ഇതിൽ കൂടിയ തമാശ വേറെ എന്തോ ഉള്ളത്? അപ്പോൾ സഹോദരൻ ആ പേര് തിരിച്ച് താങ്കൾക്ക് തന്നെ അർഹതപ്പെട്ട പേരാണെന്ന് താങ്കളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളുടെ വിരമിക്കുന്നു. ഈ ദശാംശം എന്നുള്ള വിഷയത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ ഞാനിവിടെ പര്യവസാനം കുറിക്കുന്നു. പുതിയ ചിന്തകളുമായി കൂടി കാണാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.